നമസ്കാരം. സമഗ്രയിലേക്ക് സ്വാഗതം. പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടുമുറ്റത്ത് നിന്ന് ചില തീരുമാനങ്ങൾ ഉണ്ടാവാറുണ്ട്. ആ തീരുമാനങ്ങൾ കേരളത്തിന്റെ ചരിത്ര രേഖയായി പിന്നെ മാറാറുമുണ്ട്. അങ്ങനെ ഒരു തീരുമാനത്തിന്റെ പുറത്താണ് കൂത്തുപറമ്പ് നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥിയായി ജയന്തി രാജൻ ഈ മണ്ഡലത്തിലേക്ക് കടന്നു വന്നത്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മതേതരത്വത്തിന്റെ മുഖമാണ് ജയന്തി രാജൻ. പിന്നോക്ക സമുദായങ്ങളിൽ നിന്ന് കടന്നു വന്ന് സ്ത്രീ പദവിയിലേക്ക് ഏറ്റവും ഉന്നതമായ മുസ്ലിം ലീഗിന്റെ ദേശീയ അസിസ്റ്റന്റ് സെക്രട്ടറി എന്ന പദവിയിലേക്ക് എത്തിയ ജയന്തി രാജനാണ് കൂത്തുപറമ്പ് നിയോജക മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി. നമ്മുടെ കൂടെ സ്ഥാനാർത്ഥിയുണ്ട്. എന്താണ് മാഡം പ്രതീക്ഷകൾ? വിജയപ്രതീക്ഷ തന്നെയാണ് ഉള്ളത്. നമ്മള് വയനാട്ടിൽ നിന്നും ചുരമിറങ്ങി കൂത്തുപറമ്പിന്റെ മണ്ണിലേക്ക് വന്നു. ചരിത്ര പ്രസിദ്ധമായ ഒരുപാട് സംഭവങ്ങളും ഒരുപാട് ഓർമ്മകളും ഉറങ്ങുന്ന ഈ കൂത്തുപറമ്പിൽ നിന്നും വലിയൊരു ഭൂരിപക്ഷത്തോടുകൂടെ വിജയിക്കണം എന്നുള്ളതാണ് ആഗ്രഹം. നേരത്തെ പറഞ്ഞത് കൊടപ്പനക്കൽ കുന്നിന്റെ തറവാട്ടിൽ നിന്നുണ്ടാവുന്ന ചില തീരുമാനങ്ങളുണ്ട്. അങ്ങനെ സംബന്ധിച്ചോളം ജീവിതത്തിൽ ഒരുപാട് നല്ല നിമിഷങ്ങൾ ആ പ്രസ്ഥാനം തന്നിട്ടുമുണ്ട്. മുസ്ലിം ലീഗിന്റെ ഒരു മതേതരത്വ മുഖമാണ്, അതുപോലെ തന്നെ സ്ത്രീ പ്രാതിനിധ്യമാണ്. അങ്ങനെ എല്ലാ രീതിയിലും ചരിത്രത്തിൽ ഇടം പിടിച്ച ഒരു വനിതയാണെങ്കിൽ എങ്ങനെയാണ് അതിനെ കാണുന്നത്? കൊടപ്പനക്കൽ തറവാട്ടിൽ നിന്നുണ്ടായ തീരുമാനമാണ് എന്നെ ഇവിടെ എത്തിച്ചിരിക്കുന്നത്. മുൻകൂട്ടിയൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. പാർട്ടി പ്രസിഡന്റ് പ്രഖ്യാപിച്ച സമയത്താണ് ഞാൻ സ്ഥാനാർത്ഥിയാണ് എന്നറിയുന്നത്. ആ നിമിഷം പിന്നെ നമ്മൾ തയ്യാറാവുകയാണല്ലോ. മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് ഒരു മതസൗഹാർദ്ദം നിലനിർത്തണം, ഒപ്പം ജനങ്ങൾക്കൊപ്പം സാമൂഹ്യ നന്മകൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളുമായി ഒപ്പം നിൽക്കണം, ഒപ്പം വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കണം എന്നുള്ളതാണ്. ആ ഒരു ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് കൂത്തുപറമ്പിലേക്ക് ഞാൻ എത്തിയിട്ടുള്ളത്. ഇവിടെയുള്ള മനുഷ്യരുടെ സുഖദുഃഖങ്ങളിലും അവരുടെ സമഗ്രമായ വികസനത്തിലും ഇവിടുത്തെ പ്രകൃതി അടക്കമുള്ള എല്ലാ സംവിധാനങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അതിനെ ഏറ്റവും നന്നായി മുന്നോട്ട് നയിക്കാൻ കഴിയുന്ന ഒരു ലീഡറായി ഇവിടെ മാറാൻ കഴിയണം എന്നുള്ളതാണ് എൻ്റെ പ്രാർത്ഥന. അതിലേക്ക് സർവശക്തൻ എത്തിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിന് ഏതാണ്ട് 10,000-ഓളം വോട്ടിന്റെ ഭൂരിപക്ഷം ഈ നിയോജക മണ്ഡലത്തിലുണ്ട്. ത്രിതല പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം 2 പഞ്ചായത്തുകളും ഒരു മുനിസിപ്പാലിറ്റിയും UDF ഭരിക്കുകയാണ്. മറ്റുള്ള പഞ്ചായത്തുകളിൽ ഇതിനേക്കാൾ കഴിഞ്ഞ തവണയേക്കാൾ ഭൂരിപക്ഷം കൂട്ടിക്കൊണ്ട് സീറ്റുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് വലിയൊരു മുന്നേറ്റം നടത്തിയിട്ടുണ്ട്. അപ്പൊ എല്ലാം കൊണ്ടും ശുഭപ്രതീക്ഷയുള്ള ഒരു നിയോജക മണ്ഡലം. തീർച്ചയായിട്ടും ശുഭപ്രതീക്ഷ തന്നെയാണ്. തദ്ദേശ സ്വയംഭരണ ഇലക്ഷന്റെ മറുപടി അതങ്ങനെയായിരുന്നു. പല CPM-ന്റെ കോട്ടകളിലും ലീഗിനെയും UDF-നും ഒക്കെ വലിയ വിജയമുണ്ടായി. ഇപ്പം മറ്റ് പാർട്ടികളിൽ നിന്നും UDF-ലേക്ക് ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും കണ്ണൂരിന്റെ മണ്ണിൽ ഒരു വേരുറപ്പിക്കാൻ കഴിയണമെന്ന് തന്നെയാണ് ആഗ്രഹം. കണ്ണൂരിനെ പറഞ്ഞാൽ വലിയ ചരിത്ര പ്രസിദ്ധമായ, കേരളത്തിലെ തന്നെ ഏറ്റവും ചരിത്ര പ്രസിദ്ധമായ ഒരു സ്ഥലമാണ് കണ്ണൂർ. എനിക്ക് തോന്നുന്നു എനിക്ക് കണ്ണൂരുമായിട്ട് ചെറിയ ബന്ധമുണ്ട് എന്നാണ് കിർത്താഡ്സ് പറയുന്നത്. ഞാൻ വയനാട് ജില്ലയിലെ ഒരു പിന്നോക്ക ഗ്രാമമായ ഇരുളം എന്ന് പറയുന്ന വളരെ പ്രകൃതി രമണീയമായ വനങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശത്ത് നിന്നാണ് കടന്നു വരുന്നത്. വന്യമൃഗങ്ങളൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുള്ള ഒരു ഏരിയയാണ്. അവിടെ നിന്നും കണ്ണൂരിൽ എത്തുമ്പോൾ ഞങ്ങളുടെ സമുദായത്തെ സംബന്ധിച്ച് പറയുമ്പോഴും കിർത്താഡ്സിന്റെ പഠനത്തിൽ അത് പറയുന്നത് ഞങ്ങൾ കണ്ണൂരുമായി ബന്ധമുണ്ട്, കോട്ടയത്ത് നിന്ന് വന്നവരാണ് എന്നുള്ളതൊക്കെയാണ് പറഞ്ഞു വെച്ചിട്ടുള്ളത്. അപ്പൊ എന്തായാലും അതൊക്കെ ചരിത്രം തെളിയിക്കേണ്ടത് നമ്മൾ പിന്നെ മനസ്സിലാക്കുന്നിടത്തോളം ഇപ്പൊ നമുക്കറിയാം ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട്. ആ വികാരം UDF-ന് അനുകൂലമാകും. ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീഷ് ചേട്ടൻ പറഞ്ഞതുപോലെ 100 സീറ്റ് നേടും എന്ന് പറഞ്ഞെടുത്ത് 101ാമത്തെ സീറ്റായി ഞങ്ങൾ കൂത്തുപറമ്പ് പിടിക്കും. സാധാരണക്കാരന്റെ പ്രതിനിധിയാണ്. ജീവിതത്തിന്റെ ഏറ്റവും താഴെ തട്ടിൽ നിന്ന് മുന്നോട്ട് വന്ന അനുഭവ സമ്പത്തിന്റെ ഒരു പാരമ്പര്യമുണ്ട്. അതെങ്ങനെയാണ് പ്രചരണ രംഗത്ത് സാധാരണക്കാരനുമായി ഇടപെടുമ്പോൾ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ഗുണം ചെയ്യും? ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളിലൂടെ കടന്നു വന്നിട്ടുണ്ട്. ഒരു പിന്നെ കക്കോടൻ മൂസ ഹാജിയുടെ എസ്റ്റേറ്റിലെ മാനേജറായിരുന്നു എൻ്റെ അച്ഛൻ. വളരെ ചെറുപ്പത്തിൽ അച്ഛനെ നഷ്ടപ്പെട്ടു. 5 വയസ്സുള്ളപ്പോൾ അച്ഛനെ നഷ്ടപ്പെട്ടു. അവിടെ നിന്നും അമ്മയാണ് ഞങ്ങളെ വളർത്തിയത്. സഹോദരങ്ങളുടെയും അമ്മയുടെയും ഒന്നിച്ചുള്ള യാത്രയിൽ വളരെയധികം പ്രയാസങ്ങൾ താണ്ടേണ്ടി വന്നിട്ടുണ്ട്. വളരെ ചെറുപ്പത്തിൽ വിവാഹം കഴിഞ്ഞ് പിന്നെ വന്നിട്ടുള്ളത് ഒരു കോൺഗ്രസ് കുടുംബത്തിലേക്കാണ്. അവിടുത്തെ കോൺഗ്രസിന്റെ ഒരു നേതാവിന്റെ മകനാണ് എന്നെ വിവാഹം കഴിച്ചിട്ടുള്ളത്. വിവാഹിതനായി വന്നതിന് ശേഷമാണ് പൊതുരംഗത്തേക്ക് വരുന്നത്. പൊതുരംഗത്ത് ഒരുപാട് വർഷമായി, ഏകദേശം ഒരു 10-25 വർഷമായിട്ട് പൊതുരംഗത്ത് സജീവമായിട്ട് തന്നെയുണ്ട്. അവിടുത്തെ എല്ലാ മത സാമൂഹിക രാഷ്ട്രീയ മേഖലകളിൽ പിന്നെ ആദിവാസി മേഖലകളിലൊക്കെ വലിയ പോരാട്ടങ്ങളും സമരങ്ങൾക്കും ഒക്കെ നേതൃത്വം കൊടുക്കാനും അവരുടെ പ്രശ്നങ്ങൾക്കൊപ്പം നിൽക്കാനും നിന്നിട്ടുണ്ട്. സ്ത്രീകളുടെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്ത്രീകളുടെ സാമൂഹ്യ ഉന്നമനത്തിന് വേണ്ടിയുള്ള പ്രയാസങ്ങളിൽ ഒപ്പം നിന്നിട്ടുണ്ട്. അതുപോലെ അവരുടെ പിന്നെ ഉയരങ്ങളിലേക്കുള്ള യാത്രകളിൽ അവരെ ഉയർത്തിക്കൊണ്ട് വരണം എന്ന് തന്നെയാണ് ആഗ്രഹം.
ഒപ്പം സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് അരികവൽക്കരിക്കപ്പെട്ട ഒരുപാട് മനുഷ്യരുണ്ട്, ഭിന്നശേഷിക്കാരുണ്ട്. അവർക്കൊക്കെ ഒപ്പം നിന്നുകൊണ്ട് എല്ലാവരുടെയും ആളായി മാറണം എന്നാണ് എൻ്റെ ആഗ്രഹം. നിങ്ങളുടെ കൂത്തുപറമ്പിന്റെ എന്നുള്ള ഇടത്തു നിന്നും നമ്മുടെ കൂത്തുപറമ്പ് എന്നുള്ളിടത്തേക്ക് മാറ്റപ്പെടണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇന്നലെ പെരിങ്ങത്തൂരിൽ വലിയൊരു റോഡ് ഷോ നടന്നു. വലിയ ജനപങ്കാളിത്തമായിരുന്നു. അങ്ങേ സ്വീകരിച്ചത്, കൂത്തുപറമ്പിന്റെ രാഷ്ട്രീയ ഭൂമികയിലേക്ക് സ്വീകരിച്ചത് ജില്ലാ അതിർത്തിയിൽ വെച്ച് വലിയൊരു ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിൽ ഒരു വലിയ ജനക്കൂട്ടം ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ആ തുടക്കത്തെ കുറിച്ച്? 2 മണിക്ക് പെരിങ്ങത്തൂരെത്തി. പെരിങ്ങത്തൂരിൽ നിന്നും ആരംഭിച്ച റോഡ് ഷോ ബഹുമാനീയനായ MP ഷാഫി പറമ്പിൽ അവരുകൾ ഉണ്ടായിരുന്നു. ജനങ്ങള് ഒരു ആരവത്തോടെ സ്വീകരിച്ചു. മനസ്സുകൊണ്ട് സംതൃപ്തിയാണ്. ഞാൻ വളരെയധികം സന്തോഷം തോന്നി, ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ചു. ഞാൻ ഇവിടേക്ക് വരുമ്പോൾ തന്നെ പല ആളുകളും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കൂത്തുപറമ്പുകാരെ വലിയ സ്നേഹമുള്ള ആളുകളാണ് എന്ന്. അതെനിക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. മുന്നേ ഇവിടെ MLA ആയിരുന്ന ടി മുഹമ്മദ് ബഷീർ സാഹിബും എന്നോട് പറഞ്ഞിരുന്നു, ഞാൻ അവിടെ MLA ആയിരുന്നതാണ്. ഇപ്പോഴും ആ ബന്ധങ്ങൾ അവരും ഞാനും മനസ്സിൽ സൂക്ഷിക്കുന്നു. അത്ര നല്ല മനുഷ്യരാണ്. അപ്പൊ നമ്മൾ അവരെ സ്നേഹത്തോടെ ചേർത്ത് നിർത്തുക, അവരുടെ ഹൃദയത്തിൽ നമ്മളെ സൂക്ഷിക്കും എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്ന് ചെറിയ പെരുന്നാളാണ്. എല്ലാവരും ആശംസകളും. ഈദ് മുബാറക്. ഈദ് മുബാറക്.